ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തോട്ട്സിന് പവറുണ്ട്, നമ്മുടെ വേർഡ്സിന് പവറുണ്ട്, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് പവറുണ്ട്, എല്ലാം പോസിറ്റീവാണ്, ഡ്രീം കാണുന്നതെല്ലാം സംഭവിക്കും എന്നെല്ലാം പറയുമ്പോഴും 1000 ആളുകൾ നമ്മളെ കല്ലെറിയാനുണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന്റെ ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. റിയലി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ്സിനെ അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇതുപോലത്തെ അറിവുകളുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. കൂടാതെ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെല്ലാം അതിനകത്ത് ജോയിൻ ചെയ്യുക. മാർച്ചോടുകൂടി അതിനകത്ത് ലൈവായിട്ടുള്ള ക്ലാസ്സസ് തുടങ്ങുന്നതാണ്. ഇന്ന് നമ്മൾ കൈൽ മാക്ഡൊണാൾഡിന്റെ ലൈവ് എക്സാമ്പിൾ ആണ് നോക്കുന്നത്. അദ്ദേഹം 2005 ജൂലൈയില് സ്റ്റാർട്ട് ചെയ്ത് 2006 ജൂലൈയിൽ എൻഡ് ചെയ്ത ഒരു ട്രേഡിങ്ങിന്റെ കാര്യമാണ് ഇന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൈൽ മാക്ഡൊണാൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. കൈൽ മാക്ഡൊണാൾഡിന് മില്യണയർ ആകണം എന്നായിരുന്നു ആഗ്രഹം. അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു എന്ന് വെച്ചാല് അദ്ദേഹത്തിന് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് മില്യണയറും ആകണം. സിമ്പിൾ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് എത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതായത് വളരെ ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങി വളരെയധികം വലിയ കാര്യങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം ആദ്യമായിട്ട് ട്രേഡ് ചെയ്തത് ഒരു റെഡ് പേപ്പർ ക്ലിപ്പാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഫേമസ് ആവുകയും ചെയ്തു വളരെ പെട്ടെന്ന്. 2005 ജൂലൈയിലാണ് അദ്ദേഹം ഈ ചെറിയ റെഡ് പേപ്പർ ക്ലിപ്പ് ഫോട്ടോ എടുത്ത് അത് ട്രേഡിന് വേണ്ടിയിട്ട് ഇട്ടത്. അങ്ങനെ ആ റെഡ് പേപ്പർ ക്ലിപ്പിന് പകരം അദ്ദേഹത്തിന് ഫിഷ് ഷേപ്പുള്ള നല്ലൊരു പേന കിട്ടുകയും അദ്ദേഹം ആ പേനയുടെ ഫോട്ടോ എടുത്ത് വീണ്ടും ട്രേഡിന് വേണ്ടി ഇട്ടപ്പോൾ അതിന് പകരമായിട്ട് അദ്ദേഹത്തിന് ഒരു ഡോർ നോബ് കിട്ടുകയാണ് ഉണ്ടായത്. വീണ്ടും അത് അദ്ദേഹം ട്രേഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു ക്യാമ്പ് സ്റ്റൗ കിട്ടി. അങ്ങനെ അദ്ദേഹത്തിന്റെ ട്രേഡ് വളരെ വേഗം ചെറിയ ചെറിയ ട്രേഡുകളായിട്ട് തന്നെ പോയെങ്കിലും അതൊരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് പകരമായി പല സാധനങ്ങൾ കിട്ടാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം വളരെയധികം പ്രതിസന്ധികൾ ഇതിന്റെ ഇടയിൽ വന്നു. കാരണം ചില ട്രേഡുകൾ അദ്ദേഹത്തിന് ഇമ്പോസിബിൾ ആയിരുന്നു, പക്ഷെ ചില ട്രേഡുകൾ അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. അപ്പൊ കുറെ ആളുകളൊക്കെ പറഞ്ഞത് എന്താണ് മണ്ടത്തരമാണ് താൻ ചെയ്യുന്നത്, അത് ശരിയാവത്തില്ല, ഇതൊന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയില്, അദ്ദേഹത്തിന്റെ ചിന്തയില്, അദ്ദേഹത്തിന്റെ ഡ്രീമില് അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ആശയങ്ങളിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ സ്വപ്നത്തെ ഉറച്ചു വിശ്വസിക്കുകയും സന്തോഷമായിട്ടിരിക്കുകയും അദ്ദേഹം എന്തായാലും എനിക്കിത് ചെയ്യുന്നതുകൊണ്ട് വേറെ നഷ്ടമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് വളരെയധികം ക്രിയേറ്റീവായിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി വഴിയായിട്ട് അദ്ദേഹം കറക്റ്റ് ആയിട്ടുള്ള ആളുകളെ തന്നെ അട്രാക്ട് ചെയ്യാനും കറക്റ്റ് ആയിട്ട് അത് ട്രേഡ് ചെയ്യാനും കറക്റ്റ് ടൈമിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പുതിയ പുതിയ ആളുകളെ എത്തിക്കാനും അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ് അദ്ദേഹത്തെ സഹായിച്ചു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ ട്രേഡ് പിന്നെയും ബിഗ്ഗർ ആയിക്കൊണ്ടിരുന്നു. ചെറിയ സാധനത്തിൽ നിന്ന് വലിയ വലിയ സാധനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ട്രേഡ് മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ജനറേറ്റർ കിട്ടി. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു സ്നോ മൊബൈൽ കിട്ടി. അങ്ങനെ ഓരോ പ്രാവശ്യവും ട്രേഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് അദ്ദേഹത്തിന് ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് വരെ കിട്ടി. ഇങ്ങനെ ഓരോ അദ്ദേഹത്തിന് കിട്ടിയ ചാൻസുകളും അദ്ദേഹത്തിന് കിട്ടിയ ട്രേഡും അദ്ദേഹം ഫോട്ടോ എടുത്ത് വീണ്ടും ഇടുകയും അങ്ങനെ അദ്ദേഹം 14 ട്രേഡുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാനഡയില് കിപ്ലിംഗ് എന്ന സ്ഥലത്ത് ഒരു 2 നില വീട് അദ്ദേഹത്തിന് സ്വന്തമായി മാറി എന്നുള്ളതാണ്. അത് മില്യണയർ ആകുമെന്ന് പറഞ്ഞത് അത് $1 മില്യൺ ബിൽഡിംഗ് തന്നെ ആയിരുന്നു എന്നുള്ളതായിരുന്നു വാസ്തവം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ചെറിയ പേപ്പർ ക്ലിപ്പിന് എത്ര വിലയുണ്ട്. അതിൽ നിന്നും തുടങ്ങിയ ട്രേഡ് ഒരു വർഷം കൊണ്ട് കറക്റ്റ് 2005 ജൂലൈയിൽ തുടങ്ങിയ ട്രേഡ് 2006 ജൂലൈയിൽ അവസാനിക്കുമ്പോൾ അദ്ദേഹം ഒരു
മില്യണയറായി മാറിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ സ്വപ്നത്തെക്കാൾ അധികമായിട്ടുള്ള ഒരു ഭവനമായിരുന്നു അദ്ദേഹം വാങ്ങിച്ചിരുന്നത്. അപ്പൊ ഒരു സാധാരണ വീടല്ല അദ്ദേഹത്തിന് കിട്ടിയത്, $1 മില്യൺ വിലയുള്ള ഒരു വീടായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയും അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസവുമാണ് ഈ ഒരു ചെറിയ റെഡ് പേപ്പർ ക്ലിപ്പിൽ നിന്നും ഇത്രയും വലിയൊരു ട്രേഡിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത്. അദ്ദേഹത്തിന്റെ ഈ സക്സസിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കേണ്ട പാഠങ്ങൾ? സ്റ്റാർട്ട് സ്മോൾ, ഡ്രീം ബിഗ്, അതായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ മോട്ടോ? ചെറുതിൽ നിന്ന് തുടങ്ങുക, വലിയ സ്വപ്നം കാണുക. അതായത് ഏതൊരു വലിയ നേട്ടത്തിന്റെയും തുടക്കം ചെറുതിൽ നിന്നാണ്. അദ്ദേഹം തുടങ്ങിയത് ഒരു ചെറിയ പേപ്പർ ക്ലിപ്പിൽ നിന്നാണ്. രണ്ടാമത്തെ പാഠം, സീ ഓപ്പർച്യൂണിറ്റി എവ്രിവെയർ. എല്ലായിടത്തും അവസരങ്ങൾ കാണുക. പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ വിടുന്ന പല കാര്യങ്ങളിലും നമ്മളുടെ ശ്രദ്ധ പതിയണം. നമ്മളെ എല്ലായിടത്തും ഒബ്സർവ് ചെയ്ത് എല്ലായിടത്തും നമ്മൾ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക. പെർസിസ്റ്റൻസ് പേ ഓഫ്. സഹനശീലവും നിരന്തര പരിശ്രമവും ഫലപ്രദമാണ്. വെല്ലുവിളികൾ നമുക്ക് അനിവാര്യമാണ്. എല്ലാം സ്മൂത്ത് ആയിട്ട് പോയാൽ നമ്മൾ അതിനകത്ത് ഒന്നും പഠിക്കില്ല, നമ്മൾ സ്ട്രോങ് ആവില്ല. പക്ഷെ നമുക്ക് വെല്ലുവിളികൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ഥിരമായ പരിശ്രമം കൊണ്ട് നമുക്ക് ഫലത്തെ മാറ്റിമറിക്കാൻ കഴിയും. നെറ്റ്വർക്ക് ആൻഡ് കണക്ട്. നമ്മൾ ബന്ധങ്ങൾ സൃഷ്ടിച്ച് മറ്റുള്ളവരുമായി ബന്ധപ്പെടുക. അങ്ങനെ നമ്മൾ സക്സസിലേക്ക് എത്തുക. ഓരോ വിനിമയത്തിനും നമുക്ക് ആശയവിനിമയം അനിവാര്യമാണ്. അടുത്ത പ്രിൻസിപ്പിളാണ് മൈൻഡ് സെറ്റ് മാറ്റേഴ്സ്. അതായത് നമ്മുടെ മനോഭാവമാണ് പ്രധാനം. ഏത് കാര്യവും സാധ്യമാണെന്ന വിശ്വാസമാണ് അതിനെ നമുക്ക് സംഭവിപ്പിച്ചു തരുന്നത്. നമ്മളുടെ വിശ്വാസമാണ് നമുക്ക് ചുറ്റും ഓരോന്ന് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ കൈൽ മാക്ഡൊണാൾഡിന്റെ റെഡ് പേപ്പർ ക്ലിപ്പിൽ നിന്നും 2 സ്റ്റോറി ബിൽഡിങ്ങിലേക്ക് എത്തിയ കഥ, മില്യനെയറായ കഥ നിങ്ങളെ എല്ലാവരെയും പ്രചോദിപ്പിച്ചു എന്ന് കരുതുന്നു. അതായത് നമുക്ക് എന്തും സാധ്യമാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ മനോഭാവം, നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. ക്രിയേറ്റിവിറ്റിയോടുകൂടി പുതിയ രീതിയിൽ, പുതിയ ചിന്താലോകത്തോടുകൂടി, പുതിയ ചിന്താശക്തിയോടുകൂടി, പുതിയ മനോഭാവത്തോടുകൂടി ലോകത്തെ കാണുക. അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നമുക്ക് എന്ത് വേണമെന്ന് ഡിസൈഡ് ചെയ്ത് ചെറുതായിട്ട് തന്നെ തുടങ്ങുക. അത് വലുതിലേക്ക് എത്തിപ്പിടിക്കും. ഒരു മൊമെന്റം ക്രിയേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. സോ അത് നിങ്ങൾക്ക് സംഭവിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് നിങ്ങൾക്കെല്ലാം നേടിത്തരുന്നത്. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.